ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മിനി ജോയി. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് വരുന്നത്. അമ്മയും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 13 വർഷമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു പഴയ വീടുണ്ടായിരുന്നു, അത് നശിച്ചു പോയി. ഞങ്ങൾ 7 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഭവനം കിട്ടി. ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് അക്രവസ്ഥയായ ഒരു മകൾ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു മകളുടെ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് ജപമാല ചൊല്ലുന്നത് ഞാൻ കേട്ടു. അപ്പം അവർ ജപമാല തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം അവിടെ നിന്ന് കേട്ടപ്പം എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. അപ്പം അവർ നിർത്തുന്നില്ല. അപ്പം ഞാൻ അങ്ങ് വീട്ടിൽ പോയി. തിരിച്ച് പിറ്റേന്ന് രാവിലെ വന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇത് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനമൊന്നും ആലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമൊന്നും, ഞാൻ പണ്ട് ചെറുപ്പത്തിലേ അങ്ങോട്ട് ഈ ആലപ്പുഴ വന്നിട്ടുണ്ട്, എനിക്കറിയത്തില്ല അന്ന് പോയി വരുന്ന ഒരു സ്ഥലമാണെന്നൊന്നും. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ വരണമെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, ഞങ്ങൾ 14 വർഷമായി ഞാനോട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ട്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, കാരണം എനിക്കറിയില്ല, അതൊരു അമ്മയുടെ പ്രചോദനം തന്നെയാണ്. അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒന്നും ചോദിച്ചില്ല, നീ കൃപാസനത്തിൽ പോകാൻ വരുന്നോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടിക്കൂലിക്കൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ എനിക്കൊന്നും തരണ്ട, ഞങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവളുടെ മകൾക്ക് UK അവിടെ ജോലിയായി. ആ മകളുടെ ആദ്യ ശമ്പളത്തിൽ നിന്ന് അവരൊരു മിനി ട്രാവൽ വിടുന്നുണ്ട്, കുറച്ച് പേരെ കൊണ്ടുപോകുന്നു, നീ എനിക്കൊരു പൈസയും തരണ്ട, നീ വരുന്നോയെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ 5:30 മണിക്ക് ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞങ്ങൾ അവിടുന്ന് ആ ബസ്സിനകത്ത്, അന്ന് ഞാൻ 2024 ഒക്ടോബർ 2-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ഫ്രണ്ട്, നമ്മളൊരു പള്ളിയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പം എൻ്റെ മനസ്സിലൊരു പള്ളി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്നീ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു പള്ളിയായിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന ഒരു പള്ളിയായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു മനസ്സിലൊരു സങ്കല്പം കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പം ഒരു ചാപ്പൽ പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ എനിക്ക് എന്തോ ആ മാതാവിൻ്റെ ഫ്രണ്ട് കയറിയപ്പോഴേ എനിക്കൊരു കുളിര് പോലെ തോന്നി. എൻ്റെ കൂടെ വന്നവരോ ഈ കസിൻ സിസ്റ്ററോ ഒന്നും എന്നോട് ആരും മിണ്ടാതെയാണ്, കൃപാസനത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതാണ് ഞങ്ങൾ വണ്ടി വന്നത്. കാരണം അവരൊക്കെ ഉപവാസത്തിലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ഫ്രണ്ടിൽ ഇവിടെ വന്ന് ഇന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുക്കുന്നുവെന്ന്. അപ്പോൾ ഈ അക്രാവസ്ഥയായ ആ കുട്ടി എന്നോട് ഉടമ്പടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, നിങ്ങളവിടെ പോകണമെന്നേ പറഞ്ഞോളൂ. അപ്പോൾ ഉടമ്പടി എടുക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഉടമ്പടി എടുക്കുന്നു. ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞ് ടോക്കൺ എടുത്ത് മേളിൽ പോയി അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇത്രയുള്ള കാര്യം. കാരണം എല്ലാവരും ഇവിടെ പലരും സാക്ഷ്യത്തിൽ പറയുന്ന കേൾക്കാവും, ഉടമ്പടി എന്ന് പറയുന്നത് വലിയ ഏതാണ്ട് കാര്യമാണെന്ന്. എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഇത്രയുള്ള കാര്യം, ശരി, എന്നെ കൊണ്ടത് പറ്റും, ഉറപ്പായിട്ട് ഞാനത് വിശ്വസിച്ചുകൊണ്ട് പോയി. കാരണം ഞാൻ 13 വർഷം കൊണ്ടാണ് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. 10 വർഷം മുമ്പിട്ട് ഞാൻ ലൈഫിൻ്റെ ഒരു വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തതാണ്. പല പ്രാവശ്യത്താൽ അത് മുടങ്ങി പോകുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിവസം 2-ാം ചൊവ്വാഴ്ചയിൽ ധ്യാനം കേട്ടോണ്ടിരുന്നപ്പം ആ ധ്യാനത്തിൽ ഞാൻ ഒരുപാട് മുട്ടുകുത്തി നിന്നാണ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടത്. ഞാൻ കൃപാസനത്തിൽ പോയിട്ട് ഒരിക്കലും വെറുതെ ആവല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. 14-ാമത്തെ ദിവസം, ആ ചൊവ്വാഴ്ച ദിവസം ധ്യാനം കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൃപാസനത്തിൽ പോയിട്ട് വെറുതെ എന്നെ മടക്കി വിടല്ലേന്ന്. കറക്റ്റ് 2:30 മണിയായപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളുടെ ലൈഫിൻ്റെ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം 6 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്ത് വെച്ചാണ് ഞങ്ങൾ അപേക്ഷ വെച്ചേക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് പഞ്ചായത്തിൽ ചെന്നപ്പം വീണ്ടും അവിടെ ഒരു തടസ്സം. ഹസ്ബൻഡിൻ്റെ പേര് വെച്ചാണ് ലൈഫിന് കൊടുത്തേക്കുന്നത്, പക്ഷേ എൻ്റെ ഈ 6 സെൻറ്റിനകത്ത് വേണം എനിക്ക് വീട് വെക്കാൻ. അപ്പോൾ അതൊരു ഭയങ്കര തടസ്സമായി. ഈശോ പറഞ്ഞതുപോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഞാൻ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരു ഭവനം വേണം. കാരണം ഞാൻ വാടക വീട്ടിൽ നിന്ന് അവർ പറയുന്നതിന് മുമ്പിട്ട് എനിക്ക് ഇറങ്ങണം. അങ്ങനെ അതൊരു തടസ്സമായിട്ട് മാറി. ഇപ്പം വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും 3 മാസം കഴിഞ്ഞപ്പം എനിക്ക് എല്ലാം ഒരുവിധം റെഡിയായി വന്നപ്പം എൻ്റെ സ്ഥലത്തിനകത്ത് വണ്ടി കയറണമെങ്കിൽ ഒരു അതിര് കെട്ടണം. ആ അതിര് കെട്ടാൻ വേണ്ടി പല പ്രാവശ്യം പലരും വന്ന് അതിര് കെട്ടാൻ വേണ്ടി നോക്കിയിട്ട് അത് ശ്രമിച്ച് നടന്നില്ല. അപ്പം അടുത്ത ഒരു സ്ത്രീ അവിടെ ആണെങ്കിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ അന്നേരം ഇവിടെ വന്ന് ആ എൻ്റെ 1ാമത്തെ പുതുക്കലിന് ഇവിടെ വന്നപ്പം കുറേ കാശ് രൂപം മേടിച്ചുകൊണ്ട് പോയി. എനിക്ക് ആദ്യം വന്നപ്പോൾ അറിയില്ലായിരുന്നു ഇങ്ങനെ കാശ് രൂപം മേടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ. അപ്പോൾ കാശ് രൂപം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു കാശ് രൂപവും ഉപ്പും ഇവിടുത്തെ മണലും കൂടെ കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ആ അതിരിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് ഒരു തടസ്സവും കൂടാതെ ഇത് കെട്ടിയെടുത്ത് തരണമെങ്കിലേ എൻ്റെ മുറ്റത്ത് വണ്ടി കയറത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ചുമന്നുകൊണ്ട് വരണം. എനിക്കറിയില്ല, വെറും 7 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വസ്തു തന്ന ആൾ കയറും കെട്ടി കല്ലും കുഴിച്ചിട്ടിട്ടായിരുന്നു പോയത്. ഞങ്ങൾ തിരിച്ചു വന്ന് ഈ ഒരു ദിവസം നോക്കിയപ്പം കാണാം കല്ലും പിഴുത് കളഞ്ഞ് കയറും എടുത്ത് കളഞ്ഞേക്കുന്നു. അപ്പോൾ ഒരാൾ വന്നാൽ അതിര് കെട്ടാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ കാശുരൂപം മണലും ഉപ്പും ഞാനവിടെ കൊണ്ട് കുഴിച്ചിട്ട് എൻ്റെ 7ാമത്തെ ദിവസം ഞങ്ങളൊരു കോണ്ടാക്റ്റ് അച്ചായനെ വിളിച്ചവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വാ നമുക്ക് തന്നെ ഒരു കയറ് പിടിച്ച് കെട്ടാമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഈ അച്ചായനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പം ഈ പറഞ്ഞ സ്ത്രീ തന്നെ ഒരാളെ അവിടെ വിളിച്ച് നിർത്തി അവർ തന്നെ കയറ് കെട്ടി ഞങ്ങൾക്ക് തന്ന് ആ അതിര് കെട്ടി ഫുള്ള് കെട്ടിയാണ് എൻ്റെ മുറ്റത്ത് വണ്ടി കയറാൻ എന്നെ അമ്മ മാതാവ് അനുവദിച്ചു. അത് കഴിഞ്ഞിട്ട് 2025 ജനുവരി മാസത്തിൽ 1-ാം തീയതി തന്നെ ഞാൻ വാശി പിടിച്ച് മാതാവിനോട് കരഞ്ഞു എനിക്ക് വീട് പണി തുടങ്ങണം. ഒക്ടോബർ 2-ാം തീയതി ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ആ അടുത്ത ഒക്ടോബർ 2 എനിക്ക് ഈ ജപമാലയെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എനിക്ക് ജപമാല എന്താണെന്നും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം 2025 ജനുവരി 1-ാം തീയതി തന്നെ എനിക്കൊരു ഭയങ്കര ഒരു വിശ്വാസമായിരുന്നത്. ആ ജനുവരി 1-ാം തീയതി തന്നെ എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എന്താണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ പിന്നെ കടമേടിച്ചുമൊക്കെയാണ് ഞാൻ ഈ 6 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത്. ഈ 10 സെൻറ്റെന്ന് പറഞ്ഞതിനകത്ത് ഒരു വണ്ടി പോലും കയറാത്ത സ്ഥലമായിരുന്നു. അപ്പം അവിടുന്ന് ഞങ്ങൾ കുറേ സാങ്കേതിക കാരണങ്ങളാലാണ് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നത്. അങ്ങനെ ഇരുന്നപ്പം 1-ാം തീയതി തന്നെ കറക്റ്റ് ജനുവരി 1-ാം തീയതി തന്നെ എൻ്റെ വീട് പണി തുടങ്ങി. എൻ്റെ കയ്യിൽ 25,000 രൂപ മാത്രമേ ഉള്ളൂ. ലൈഫിൻ്റെ വീടെന്ന് പറയുന്നത് അത് കിട്ടുന്നവർക്കറിയാം. പലപ്പോഴായിട്ട് ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കേൾക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എനിക്ക് സഹായം എവിടെ നിന്നാണ് ഈശോയെ എനിക്ക് കിട്ടുന്ന? എന്നെ ആരും സഹായിക്കാനില്ല. എൻ്റെ വീട്ടിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ എനിക്ക് ആരും സഹായം തരാനില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഫോണിനകത്ത് അപ്പോൾ പെട്ടെന്നൊരു ഇത് വന്നു. ഞാൻ നോക്കിയപ്പം നിൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിലും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ ഫോണിൽ വചനങ്ങളാണ് എൻ്റെ സ്റ്റാറ്റസ്. എൻ്റെ പ്രൊഫൈൽ എൻ്റെ മാതാവിൻ്റെ സ്റ്റാച്ചു ആണ്. ഞാൻ ഇന്നേ വരെ ഡെയിലി ബ്രെഡ് മുടക്കിയിട്ടില്ല. അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും. അപ്പം വചനങ്ങൾ ഇടുമ്പോൾ ഓരോരുത്തർ എന്നെ കളിയാക്കുമായിരുന്നു, നീ എന്തോ ദൈവത്തിൻ്റെ ആളായിട്ട് ഇങ്ങനെ പോവുകയാണോ എന്ന്. എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ഭവനം തരണമെന്ന്.
അങ്ങനെ അമ്മ മാതാവ് ഈശോയും 6 മാസം കൊണ്ട് എൻ്റെ വീട് വാർത്ത് ഒരുവിധം പൂർത്തിയായി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ സാക്ഷി എഴുതി, നമ്മൾ 4ാമത്തെ പുതുക്കലിന് വരുമ്പോൾ സാക്ഷി എഴുതി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം സാക്ഷി എഴുതിയപ്പം എന്നോട് ചോദിച്ചു സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ പുതിയ വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷി പറയണമെന്ന്. അങ്ങനെ പുതിയ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സാക്ഷി പറയാൻ. അത്ഭുതമായിട്ട് മനോഹരമായ, എല്ലാവരും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത, എല്ലാവരും പരവസ്തുവിന് വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ഞാൻ നീല പെയിൻ്റ് അടിച്ചാണ് എൻ്റെ വീട് പൂർത്തീകരിച്ചത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ എന്തോ നീല പെയിൻ്റ് അടിച്ചതെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ മാതാവ് തന്ന വീടാണ്, എൻ്റെ മാതാവിൻ്റെ മേലെങ്കിൽ ഞാൻ എൻ്റെ വീടിനെ പൊതിഞ്ഞ് വെച്ചേക്കുവാന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ 4 അതിരിലും എൻ്റെ കൃപാസന മാതാവിൻ്റെ കാശുരൂപമുണ്ട്. ഇവിടുത്തെ ഉപ്പും മണലുമാണ് എൻ്റെ വീടിൻ്റെ. പിന്നെ പൈശാചിക ഒരു ശക്തികളും വരലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് കയറിയേക്കുന്നത്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം ഇതെൻ്റെ മകൾ അലീന. എല്ലാവർക്കും അറിയാം ഈ വന്ന കാലം മൊബൈലെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ശത്രുവാണ്. മൊബൈൽ നല്ലതും ചീത്തയുമാണ്. എൻ്റെ മകൾ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു. +2-നാണ് പഠിക്കുന്നത്. എല്ലാ അമ്മയും പോലെ ഞാനും ഒരു കർക്കശക്കാരിയെ പോലെ മൊബൈലിനെ കുറിച്ച് ഞങ്ങൾ നിരന്തരം വഴക്കും. മൊബൈലൊക്കെ മേടിച്ച് വെച്ചതിൻ്റെ പേരിൽ ഭയങ്കര വിഷയമായി. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം എനിക്ക് എന്തോ ഒരു ഭയങ്കര പരീക്ഷണം പോലെ. എനിക്കറിയില്ലായിരുന്നു ഈ ജപമാല റാലിയെക്കുറിച്ചൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് 2 മാസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കും ഈ ജപമാല എന്താണെന്നോ അവിടെ പോയി എനിക്കത് പോകണമെന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഈ ഒക്ടോബർ മാസം മുതൽ എനിക്കങ്ങ് എൻ്റെ ജീവിതത്തിൽ ആ ഒരു മാസം ഫുൾ എനിക്ക് പരീക്ഷണമായിട്ട് പോയി. അപ്പോൾ മൊബൈലിനെ കുറിച്ച് ഞങ്ങൾ നിരന്തരം വഴക്കും. +2-നാ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോഴും വഴക്കായിരുന്നു. അങ്ങനെ മൊബൈൽ ഞാൻ മേടിച്ച് വെച്ചതിൻ്റെ പേരിൽ എൻ്റെ മകൾ ഭയങ്കര വിഷയങ്ങളുണ്ടാക്കി. ഒരു ശത്രുവിനെ പോലെ എന്നെ കാണുകയും അങ്ങനെ ഭയങ്കര വിഷയമായി. അങ്ങനെ ഈ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഞാൻ എന്നും നിരന്തരം തൈലം തേച്ച് നെറ്റി തൊട്ട് പ്രാർത്ഥിക്കുകയും, അവൾ സ്കൂളിൽ ആഹാരം കൊണ്ടുപോകുമ്പം ഞാൻ ഉപ്പ് ആഹാരത്തിലിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് സ്വയമേ ഒരു ദിവസം മൊബൈൽ എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു അമ്മ മൊബൈൽ വെച്ചോ, എനിക്കിനി പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടുമ്പോൾ എനിക്ക് മൊബൈൽ തന്നാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ മകൾ സ്വയമേ എൻ്റെ ഈ മൊബൈൽ തന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് മൊബൈലില്ല, പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ഒത്തിരി ദൂരെ നിന്നാണ് വന്നേക്കുന്നത്. സാക്ഷി പറയേണ്ടതുകൊണ്ട് ഒരുപാട് സമയമായി. മോൾക്ക് പരീക്ഷയാണ്. കഴിഞ്ഞ് വന്ന ഉടൻ മോൾ ഉടമ്പടിയിൽ എടുക്കുന്നതാണ്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എനിക്ക് ഈ കൈക്ക് വലത്തെ ഷോളറിന് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ കൈ ഇങ്ങനെ പൊക്കാനും താക്കാനും ഒന്നും പറ്റത്തില്ല. കൈക്ക് പെരുപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ കയ്യിലിങ്ങനെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഈർക്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു. കൈ കണ്ടതും എൻ്റെ കണ്ണിൽ കണ്ടത് മാത്രം ഞാൻ വലിച്ചെടുത്ത് അതങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കൈക്ക് ഇങ്ങനെ കഴപ്പും പെരുപ്പും വന്നപ്പം ഭയങ്കരമായിട്ടങ്ങ് നീരായി ഈ കൈപ്പത്തി ഫുള്ള്. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ നമ്മുടെ ഉടമ്പടി തൈലം തേച്ച് മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഈശോ പറഞ്ഞതുപോലെ എനിക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം ഒട്ടും ഇഷ്ടമല്ല. ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു രോഗത്തിന് ഹോസ്പിറ്റലിൽ പോയിട്ടുമില്ല. പക്ഷേ എൻ്റെ നിവൃത്തി കെട്ട് ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ അതിൽ നോക്കിയിട്ട് പറഞ്ഞു അതൊരു ഭയങ്കര ഒരു വ്രണമായിട്ടങ്ങ് വീർത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ട്, ഒരു സർജനെ കണ്ട് ഇത് കീറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ദേഹത്തൊന്നും കത്തിയൊന്നും വെക്കണ്ട, എനിക്കിനി ഒരു ഹോസ്പിറ്റലിലും പോകണ്ടെന്ന് പറഞ്ഞ വീണ്ടും എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. കാരണം ഞാൻ ഈ ധ്യാനം ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ തന്നെ സ്വയം ഇങ്ങനൊന്ന് ആ കയ്യിൽ ഇങ്ങനെ ഉടമ്പടി തൈലം തേച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കാണാം
കറക്റ്റ് അച്ഛൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ കയ്യിലിങ്ങനെ ആ പഴുത്ത സ്ഥലത്ത് ഇങ്ങനെ കൈവച്ച് വെറുതെ ഒന്ന് ഞെക്കിയപ്പം കാണാം ആരോ എൻ്റെ കയ്യിലിങ്ങനെ ആ ഈർക്കിൽ പിടിച്ച് വലിച്ച് എൻ്റെ മടിയിലിട്ടതുപോലെ നല്ല ഒരു നീളത്തിലൊരു ഈർക്കിൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 1 മാസം അതുകൊണ്ടാണ് നടന്നത്. ഞാൻ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു പറ്റുന്ന കൊണ്ടൊക്കെ. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പൂറ്റി 2 എനിക്ക് നിലത്ത് ആദ്യ സമയത്തൊക്കെ ഇവിടെ ഉടമ്പടി എടുത്ത ആദ്യ സമയത്തൊക്കെ ഉപ്പൂറ്റി 2 ഭയങ്കര വേദനയായിരുന്നു. അത് ഉടമ്പടി തൈലത്താൽ അത് മാറി. പിന്നെ മകൾക്ക് മുഖത്തെല്ലാം ഭയങ്കര മുഖക്കുരുവായിരുന്നു. അതും അളിഞ്ഞിങ്ങനെ ഇരിക്കുന്ന കണക്ക് അതൊക്കെ മാറി. പിന്നെ എനിക്ക് മുടിയില്ലായിരുന്നു. എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു 2019. ആ സർജറിക്ക് ശേഷം എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയായിരുന്നു. ഞാൻ തിരുപ്പനും വെച്ചോണ്ടായിരുന്നു പോകുന്നത്. എനിക്ക് നാണക്കേടായിരുന്നു. അങ്ങനെ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുടി കിളിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞാൻ പ്രായമായവരെ നോക്കാനാണ് പോകുന്നത് വീടുകളിൽ. ഞാനങ്ങനെ ഒരമ്മയെ നോക്കാനാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അമ്മയ്ക്ക് ക്യാൻസറാണ് ചെറിയ. അപ്പോൾ അമ്മയുടെ മൂക്കിൽ കൂടി ഇങ്ങനെ ട്യൂബ് ഇട്ടേക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി അതിനകത്തൂടെയൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്. ഞാൻ കരഞ്ഞു ഒരു ദിവസം. എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി. അക്രവസ്ഥരവരാണ്. അങ്ങനെ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി അമ്മയുടെ നെറ്റിയിലൊക്കെ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയായി ഇങ്ങനെ ട്യൂബിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ. അമ്മ ഇത് എടുക്കുവാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ അവിടെ ചെന്നൊരു 20 ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു ദിവസം കരിക്കും വെള്ളം ഈ അമ്മയ്ക്കിങ്ങനെ അന്നനാളത്തിലാണ്. അപ്പം അങ്ങനെ കരിക്കും വെള്ളം പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഈ ഉടമ്പടിയുടെ ഉപ്പ് ആ കരിക്കും വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ വായിക്കൂടെ ഒന്ന് കുടിച്ച് നോക്ക്. ഒരു തടസ്സവും കൂടാതെ ഇത് ഇറങ്ങിപ്പോയി. അതിൻ്റെ 3-ാം ദിവസം അവർക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അവിടെ RCC ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഡോക്ടർ പിന്നെ അന്ന് തന്നെ ട്യൂബ് എടുത്ത് കൊടുത്തിട്ട് വായിക്കൂടെ ആഹാരം കഴിച്ചോളാൻ പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭയങ്കര അത്ഭുതമാണത്. പിന്നെ ഞാനിങ്ങനെ വീടുകളിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഈ ധ്യാനം കേൾക്കാൻ തടസ്സം ഉള്ള വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന വീട്ടിൽ ഒരു തടസ്സവും ഇല്ല. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം, എനിക്ക് ഈ ആലപ്പുഴ വന്ന് പോകുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് അറിയില്ലായിരുന്നെന്ന്. പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരു മടിയും കൂടാതെ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിനകത്ത് കൃപാസനം പത്രം കാണും. ഞാൻ എല്ലാവർക്കും അത് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കും. കാരണം നമുക്ക് ഇവിടെ വരാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കും. കാരണം എനിക്ക് 3-4 വർഷം മുമ്പിട്ടൊക്കെ ഇങ്ങനെ പത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിൽ പത്രപരസ്യം കൊടുക്കുന്നത് പോലെ ഓരോരുത്തരിങ്ങനെ നിരന്ന് ചുമ്മാ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കരുത്. നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഈ പത്രം കൊടുക്കണം. എൻ്റെ കയ്യിൽ അറിയാതെ, ഞാൻ പോലും അറിയാതാണ് എൻ്റെ പത്രം തീരുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അവിടെ അനാഥ മന്ദിരമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിലെല്ലാം ഞങ്ങൾ പോയി അവിടെ അമ്മമാരുടെ അടുത്ത് പോയിരുന്നു. ഒരു ദിവസം ചിലവിടും. എന്നെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. പിന്നെ പൊതിച്ചോറ് ഞങ്ങളെ കൊണ്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും. രോഗികളുടെ കൂടെ ഇരിക്കും. പിന്നെ എനിക്ക് സാമ്പത്തികം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെയും കൊണ്ട് ഞാൻ ഓരോരുത്തർക്ക് സഹായങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ച് കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ആത്മീയമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഒരുപാട് സമയം പാലിച്ച് എൻ്റെ കുടുംബത്തെ സ്നേഹിച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ അൾത്താരയിൽ നിർത്തണമെന്ന് യാചിക്കുന്നു. എൻ്റെ മരണം വരെ ഈ ഉടമ്പടിയിലായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ അത്ഭുതമാണ് എൻ്റെ ഭവനം. എൻ്റെ മാതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു.